അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اركعوا واسجدوا واعبدوا ربكم وافعلوا الخير لعلكم تفلحون. وجاهدوا في الله حق جهاده هو اجتباكم وما جعل عليكم في الدين من حرج ملة أبيكم إبراهيم هو سماكم المسلمين من قبل وفي هذا ليكون الرسول شهيدا عليكم وتكونوا شهداء على الناس فأقيموا الصلاة وآتوا الزكاة واعتصموا بالله هو مولاكم فنعم المولى ونعم النصير. صدق الله العلي العظيم. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മെ ഓരോരുത്തരെയും പടച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദുനിയാവൊക്കെയും നമുക്ക് ജീവിക്കുവാൻ പാകത്തിൽ സംവിധാനിച്ച് ഒരുക്കിത്തന്ന കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല, അവൻ നമുക്ക് നൽകിയ പരിശുദ്ധമായ അവൻ്റെ വചനങ്ങൾ ഏറ്റവും ശരിയായ രൂപത്തിൽ ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും അവൻ്റെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി പടച്ച റബ്ബിൻ്റെ കൽപ്പനകൾക്ക് വിധേയരായി മുത്തഖികളായി ജീവിക്കുവാനും നമ്മെ എല്ലാവരെയും അവൻ തുണക്കുമാറാവട്ടെ. റഹ്മാനായ റബ്ബേ, നിൻ്റെ വിശുദ്ധമായ വാക്യങ്ങൾ അത് ഏറ്റവും ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാനും ഞങ്ങളെല്ലാം നീ അനുഗ്രഹിക്കണമേ റബ്ബേ. വിശുദ്ധ ഖുർആൻ പഠിക്കുവാൻ വേണ്ടി ഞങ്ങൾ നടത്തുന്ന എല്ലാ അധ്വാന പരിശ്രമങ്ങളും നീ സ്വീകരിക്കണമേ റബ്ബേ. ഇതിനുവേണ്ടി ഈ ഒരു സംവിധാനം ഒരുക്കാൻ വേണ്ടി പല രൂപത്തിൽ സഹകരിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരങ്ങളുണ്ട്. സാമ്പത്തികമായും ശാരീരികമായും സാങ്കേതികമായും വൈജ്ഞാനികമായും ഒക്കെ തന്നെ ഇതിനെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന
ഈ ഒരു സംരംഭത്തെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന, സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മുഴുവൻ സഹോദരങ്ങളുടെയും പരിശ്രമങ്ങൾക്ക് വലിയ പ്രതിഫലം നൽകി നീ അനുഗ്രഹിക്കണമേ അല്ലാ. വിശുദ്ധ ഖുർആൻ പഠിക്കുവാൻ വേണ്ടി ഇവിടെ ഒരുമിച്ച് ചേർന്ന ഈ സദസ്സിനെ നീ പ്രത്യേകമായി അനുഗ്രഹിക്കണമേ അല്ലാ. സൂറ അൽ ഹജ്ജിലെ ഏറ്റവും അവസാനത്തെ 2 ആയത്തുകൾ 77, 78 ആയത്തുകളാണ് ഇവിടെ പാരായണം ചെയ്തിരിക്കുന്നത്. 10-14 ക്ലാസ്സുകളായി നമ്മൾ ഈ സൂറത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് 15ാമത്തെ ക്ലാസ്സാണ് സൂറത്തുൽ ഹജ്ജിലെ. ഏറ്റവും അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ മനുഷ്യരെയും വിളിച്ചുകൊണ്ട് യാ യുഹന്നാസ് എന്ന് വിളിച്ചിട്ട് ഒരു ഉദാഹരണം പറഞ്ഞു കൊടുത്തു. അല്ലാഹു അല്ലാതെ തങ്ങളെ സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആളുകളൊക്കെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവേതരരായ പല വ്യക്തിത്വങ്ങൾ, ചിലപ്പോൾ ജീവിച്ചിരിക്കുന്നവരാവാം, മരണപ്പെട്ടവരാവാം, വിഗ്രഹങ്ങളാവാം, മലക്കുകളാവാം, അമ്പിയാക്കളാവാം, ആരോ ആവട്ടെ, അവരാരും ഇതുവരെ ഒരു ചെറിയ നിസ്സാരമായ ഒരു വസ്തു പോലും സൃഷ്ടിക്കാത്തവരാണ്. ഈച്ച എന്നാണ് വിശുദ്ധ ഖുർആൻ ഇതിന് ഉപയോഗിച്ചത്. ഈച്ചയെ പോലും സൃഷ്ടിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, കഴിയുകയില്ല. ലൻ യഖ്ലുഖു ദുബാബൻ, ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കുവാൻ അവർക്ക് ആവില്ല ഒരിക്കലും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഈച്ച ഇവരുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും തട്ടിയെടുത്താൽ യസ്ലുബുഹുമു ദുബാബു ഷൈഅൻ ലാ യസ്തൻഖിദുഹു മിൻഹു, ആ തട്ടിപ്പറിച്ചതിനെ തിരിച്ചു പിടിക്കാൻ പോലും ഇവർക്കാവില്ല. അത്രക്കും നിസ്സാരരായ ആളുകളെയാണല്ലോ നിങ്ങളെല്ലാവരും അല്ലാഹു അല്ലാതെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതിനുശേഷം ഈ അവസാനത്തെ 2 ആയത്തുകളിൽ സത്യവിശ്വാസികളെ വിളിക്കുകയാണ്. നമ്മളെയൊക്കെ നേർക്കുനേരെ വിളിച്ചുകൊണ്ട് അല്ലാഹു ഏൽപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ശരിക്ക് ഗ്രഹിക്കുകയും പഠിക്കുകയും ധാരാളം പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ അടിമുടി മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യാൻ ഉതകുന്ന സുപ്രധാനമായ 2 സൂക്തങ്ങളാണ്. 77ാമത്തെ ആയത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹല്ലദീന ആമനു ർക്കഉ വസ്ജുദൂ വഅബ്ദു റബ്ബക്കും വഫ്അലുൽ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികൾ വിളിക്കുകയാണ്, അല്ലയോ വിശ്വസിച്ചവരെ. ഇതിനു മുമ്പ് ഒരു 3-4 സ്ഥലത്ത് യാ യുഹന്നാസ് എന്ന് വിളിച്ചിട്ടുണ്ട്. ഈ സൂറത്തിൻ്റെ ആരംഭം തന്നെ അങ്ങനെ വിളിച്ചിട്ടാണ്, യാ യുഹന്നാസ്. ഇതിന് തൊട്ട് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യാ യുഹന്നാസ് വിളിച്ചിട്ടുണ്ട്. അതുപോലെ ഇതിനു മുമ്പ് വേറെ 3-4 സ്ഥലങ്ങളിൽ യാ യുഹന്നാസ് എന്നുള്ള വിളി കാണാം. ഹേ മനുഷ്യരെ എന്നാണത്. എല്ലാ മനുഷ്യരും ഇതിൽപ്പെട്ടു. ഇവിടെ വിശ്വാസം സ്വീകരിച്ചവരെ വിളിക്കുക പ്രത്യേകമായിട്ട്. യാ അയ്യുഹല്ലദീന ആമനു, ഹേ വിശ്വാസികളെ. ഇർകഉ വസ്ജുദു വഅബ്ദു റബ്ബക്കും വഫ്അലുൽ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ. വിശ്വസിച്ചവരെ, നിങ്ങൾ, കൽപ്പനയാണ്, ഇർകഉ റുക്കൂ ചെയ്യുക എന്നർത്ഥം. വസ്ജുദു നിങ്ങൾ സുജൂദും ചെയ്യുക. നിങ്ങൾ റുക്കൂ ചെയ്യുക, നിങ്ങൾ സുജൂദ് ചെയ്യുക. ഇത് രണ്ടും നമസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കർമ്മങ്ങളാണ്, റുക്കൂഉം സുജൂദും. എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുക എന്നതാണ് ഇതുകൊണ്ട് ആഹ്വാനം ചെയ്യുന്നത് എന്ന് ചില മുഫസ്സിറുകൾ അങ്ങനെ തന്നെ പറയുന്നുണ്ട്. ഇർകഉ വസ്ജുദു വഅബ്ദു റബ്ബക്കും, നിങ്ങളെ പടച്ച് പോറ്റിക്കൊണ്ടിരിക്കുന്ന, പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ നാഥന് നിങ്ങൾ വഴിപ്പെടുക. വഅബ്ദു റബ്ബക്കും, ഇബാദത്ത് എന്ന വാക്കിന് വെറും ആരാധന എന്ന് മാത്രമല്ല അർത്ഥമുള്ളത്. അങ്ങനെയാണെങ്കിൽ വർക്കഉ വസ്ജുദു എന്ന് പറഞ്ഞാൽ തന്നെ ആരാധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപമായി. പിന്നീട് വീണ്ടും വഅബ്ദു എന്ന് പറയേണ്ടതില്ലല്ലോ. പക്ഷേ അല്ലാഹു പറയുന്നു വഅബ്ദു, സമ്പൂർണ്ണമായിട്ട് നിങ്ങൾ അല്ലാഹുവിന് കീഴ്പ്പെടണം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും, എല്ലാ മേഖലകളിലും പടച്ച റബ്ബിന് വഴിപ്പെടണം, നിങ്ങളുടെ റബ്ബിന്. വഅബ്ദു റബ്ബക്കും വഫ്അലു അൽ ഖൈർ, വഫ്അലു അൽ ഖൈർ, നിങ്ങൾ പ്രവർത്തിക്കുക. വഫ്അലു അൽ ഖൈർ, നല്ലത് പ്രവർത്തിക്കുക, നന്മകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക.
ലഅല്ലക്കും തുഫ്ലിഹൂൻ, ലഅല്ലക്കും നിങ്ങളായേക്കാം, തുഫ്ലിഹൂൻ വിജയികളായേക്കും. എന്താ പറഞ്ഞത്? സത്യവിശ്വാസികളെ വിളിച്ചിട്ട് നിങ്ങളുടെ വിജയത്തിൻ്റെ വഴി പറയുകയാണ് ആദ്യം. അതിൽ 4 കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. ഒന്ന്, ഇർക്കഉ വസ്ജുദു വഅബ്ദു റബ്ബക്കും വഫ്അലുൽ ഖൈർ. നിങ്ങൾ റുക്കൂഅ് ചെയ്യുക, സുജൂദ് ചെയ്യുക. റബ്ബിനോട് ഒരു മനുഷ്യൻ കാണിക്കുന്ന താഴ്മയുടെ, വിധേയത്വത്തിൻ്റെ, അവൻ്റെ വിനയഭാവത്തിൻ്റെ ഏറ്റവും പ്രകടമായ 2 കർമ്മങ്ങളാണ്, 2 ചെയ്തികളാണ് കുമ്പിട്ട് നിൽക്കുക, സാഷ്ടാംഗം നമിക്കുക. വർക്കഉ വസ്ജുദു, മനോഹരമായ കാഴ്ചയാണത്. മനുഷ്യർ, ബുദ്ധിയുള്ള, വിവേകമുള്ള, ലോകത്ത് ഒരു പക്ഷേ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ, വമ്പിച്ച വലിയ വലിയ പദവികൾ വഹിച്ചുകൊണ്ടിരിക്കുന്ന, ചില രാഷ്ട്രങ്ങളെ തന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളൊക്കെ ഇതാ ഉർക്കഉ വസ്ജുദു, റബ്ബിൻ്റെ മുമ്പിൽ റുക്കൂഅ് ചെയ്യുന്നു, കുമ്പിടുന്നു. ഇവിടെ ഒരു പക്ഷേ ഒരു നിലക്കും കുമ്പിടാത്ത മനുഷ്യർ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. ഒന്നിൻ്റെ മുമ്പിലും സാഷ്ടാംഗം നമിക്കാതെ ഞാൻ തന്നെയാണ് റബ്ബ് എന്ന് പറഞ്ഞ് അവകാശപ്പെട്ട ആളുകളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. സത്യവിശ്വാസികളോട് പറയുക, ഇർക്കഉ വസ്ജുദു. നമസ്കാരം എന്ന് പറയുമ്പോൾ ഇത് നിർബന്ധ നമസ്കാരങ്ങൾ മാത്രമല്ല, അല്ലാതെ നമ്മളൊക്കെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സുന്നത്തായ നമസ്കാരങ്ങൾ, നവാഫിലായ നമസ്കാരങ്ങൾ ഒക്കെ ഇതിൽ വരും. അത് നിങ്ങൾ ചെയ്യുക. വഅബ്ദു റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ വഴിപ്പെടണം. വഫ്അലുൽ ഖൈർ, ധാരാളമായിട്ട് നന്മകൾ പ്രവർത്തിക്കുക. ഖൈർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഖൈർ എന്നുള്ള വാക്ക് പൊതുവാണ്. നന്മകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. വഫ്അലുൽ ഖൈർ, ഷർറിൻ്റെ ഓപ്പോസിറ്റാണ്. ഒരാൾക്കും നിങ്ങളെ കൊണ്ട് ഉപദ്രവം ഉണ്ടാവാൻ പാടില്ല. നന്മ നിങ്ങൾ ചെയ്യണം, നന്മയെ പ്രോത്സാഹിപ്പിക്കണം. വഫ്അലുൽ ഖൈർ. ഇത് ചെയ്താലോ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളായേക്കും. ഫലാഹ് എന്നുള്ള വാക്കെന്നാണ് വരുന്നത്. കർഷകരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫലാഹ് എന്ന് പറയാറുണ്ട്. കർഷകൻ എന്താ ചെയ്യുന്നത്? അവൻ വളരെയധികം പണിപ്പെട്ട് സാഹസപ്പെട്ട് കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നു. എന്തിനാ കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നത്? വിളവ് ലഭിക്കാനാണ്. തനിക്ക് വിളവ് കൊയ്യാൻ വേണ്ടിയിട്ട് വരാനിരിക്കുന്ന ഭാവിയിൽ 2-3 മാസം കഴിയുമ്പോൾ തനിക്ക് ഫലം ലഭിക്കണം. ഒരു കാലയളവുണ്ടാവും അതിന്. അത് കഴിയുമ്പോൾ എനിക്ക് കിട്ടണം. അത് പല രൂപത്തിലുള്ള കർഷകൻ നമുക്കറിയാം. വലിയ പ്രതീക്ഷയോടുകൂടി അവൻ നിലമൊരുക്കുകയാണ്, മണ്ണൊരുക്കുകയാണ്, അങ്ങനെ വിത്ത് വിതക്കുകയാണ്. അതിനുവേണ്ടി എല്ലാ സൗകര്യങ്ങളും പരിപാലിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തിനാ? കൊയ്യാനാ, വിളവെടുക്കാനാ. അതുപോലെ ഇതാ നിങ്ങൾ ഈ പ്രകാരം പ്രവർത്തിക്കുകയാണെങ്കിൽ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്കും വിളവെടുക്കാം. ഈ ദുനിയാവിലും പരലോകത്തും, 2 ലോകത്തും നിങ്ങളായിരിക്കും വിജയികൾ എന്ന് വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിജയം വരിക്കാൻ വഴിയുണ്ടെങ്കിൽ ഇതേ ഉള്ളൂ വഴി. റബ്ബിന് വഴിപ്പെടൽ മാത്രമേ വഴിയുള്ളൂ. ഒന്ന് അതാണ് മനസ്സിലാക്കേണ്ടത്. വേറെ വഴികളില്ല. ഒരാൾക്ക് വിജയം വരിക്കണം ഈ ദുനിയാവിലും പരലോകത്തും. ഈ ദുനിയാവിൽ ചില ആളുകളുടെ ധാരണ ഉണ്ട്, വിജയം വരിക്കുക എന്ന് പറഞ്ഞാൽ നല്ലോണം സ്വത്തുണ്ടാവുക എന്നാ. വേറെ ചില ആളുകൾ ധരിക്കുക വലിയ പദവി കിട്ടുക എന്നുള്ള. അതൊന്നുമല്ല. ഏതോ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നൊന്നുമല്ല വിജയം. വമ്പിച്ച സ്വത്തിൻ്റെ ഉടമയാവലല്ല വിജയം. വിജയം എന്ന് പറയുന്നത് ഏത് തരത്തിൽപ്പെട്ട പ്രതികൂലാവസ്ഥയിലും, എത്ര വമ്പിച്ച പരാജയങ്ങൾ സംഭവിച്ചാലും ശരി, ഭൗതിക ജീവിതത്തിൽ സംഭവിച്ചാലും ശരി, നല്ല ധീരതയോടുകൂടെ, നിരാശ ബാധിക്കാതെ, പ്രതീക്ഷയോടുകൂടെ നിലകൊള്ളാൻ കഴിയുന്നവനാണ് വിജയി. അങ്ങനെ സാധിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വർക്കഉ വസ്ജുദു വഅബ്ദു റബ്ബക്കും ലഅല്ലക്കും തുഫ്ലിഹൂൻ വഫ്അലുൽ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ. നിങ്ങൾ നമസ്കാരം നിലനിർത്തുക പടച്ചറബുമായുള്ള ബന്ധമാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ഏത് കാര്യത്തിലും നിങ്ങൾ വലിയ ആളായിട്ട് അഹങ്കാരത്തോടുകൂടി പെരുമാറേണ്ടതല്ല. അഹങ്കാരം വെടിഞ്ഞ് പടച്ചറബിന് വഴിപ്പെടുക, ധാരാളമായിട്ട് നന്മ ചെയ്യുക. അത് വിജയത്തിൻ്റെ വഴിയാണ്. സാധാരണ ആളുകൾ വിചാരിക്കുക എന്താ, ഞാനെന്തിനാ അവരെ വഴിപ്പെടുന്നത്, ഞാനല്ല വിജയി. അങ്ങനെയല്ല. വിജയത്തിൻ്റെ വഴിപ്പെടലാണ്. ആർക്ക്? ഈ ദുനിയാവിലുള്ള ഏതോ മനുഷ്യർക്കല്ല, പടച്ചറബിന്. വഅബ്ദു റബ്ബക്കും, നിങ്ങളെ സൃഷ്ടിച്ച് പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന റബ്ബിന് വഴിപ്പെടുക എന്നുള്ളതാണ്. ലഅല്ലക്കും തുഫ്ലിഹൂൻ. വേറൊരു കാര്യം കൂടി ലഅല്ലക്കും തുഫ്ലിഹൂൻ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്, അത് എന്തായാലും ഞാൻ വിജയിക്കും
എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. പടച്ചറബിൻ്റെ അനുഗ്രഹത്തിന്, പടച്ചറബെ വിജയികളുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി കഴിയണം. അല്ലെങ്കിൽ അഹങ്കാരം കടന്നു വരും. ഞാൻ നിസ്കരിക്കുന്നുണ്ട്, തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്, ഫർള് നമസ്കാരങ്ങൾ നമസ്കരിക്കുന്നുണ്ട്, നന്മയെ ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ വിജയിയാണ് എന്ന് ഉറപ്പിക്കേണ്ട. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളായേക്കാം. പടച്ചറബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ മാത്രമേ വിജയികളുടെ കൂട്ടത്തിൽ പെടൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, നരകത്തെ സംബന്ധിച്ച്, സ്വർഗത്തെ സംബന്ധിച്ച്. അള്ളാഹുവിൻ്റെ കാരുണ്യമില്ലെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, ഒരാളും തൻ്റെ അമല് കൊണ്ട് കടക്കൂല എന്നാ. താങ്കളും അങ്ങനെയാണോ പ്രവാചകൻ? തീർച്ചയായിട്ടും ഞാനും അങ്ങനെ തന്നെയാണ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിട്ട് ഹദീസിൽ കാണാൻ കഴിയും. അങ്ങനെയുള്ള ആ വിജയത്തിൻ്റെ വഴി അള്ളാഹു നമുക്ക് നിർദ്ദേശിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു ഇർകഉ വസ്ജുദു വഅബ്ദു റബ്ബക്കും വഫ്അലുൽ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ. പിന്നീട് 78-ാമത്തെ ആയത്തിൽ വജാഹിദൂ ഫില്ലാഹി ഹഖ്ഖ ജിഹാദി ഹുവജ്തബാകും വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ് മില്ലത അബീകും ഇബ്രാഹീം ഹുവ സമ്മാകുമുൽ മുസ്ലിമീന മിൻ ഖബ്ലു വഫീ ഹാദാ ലിയകൂന الرسول شهيدا عليكم وتكونوا شهداء على الناس فأقيموا الصلاة وآتوا الزكاة واعتصموا بالله هو مولاكم فنعم المولى ونعم النصير. വളരെ കുറച്ചുകൂടി കാര്യങ്ങൾ പറയുക, വ്യക്തമാക്കിയിട്ട് എൻ്റെ റബ്ബ്, കാരുണ്യവാനായ റബ്ബ് നമുക്കൊക്കെ പറഞ്ഞു തരാം. വജാഹിദു ഫില്ലാഹി ഹഖ്ഖ ജിഹാദിഹി. ഇവിടെ പറയുന്നത് ജിഹാദ് ആണ്. വളരെ കൂടുതലായിട്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു പദം. ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും വികൃതരാക്കി ചിത്രീകരിക്കുവാൻ വേണ്ടി ശത്രുപക്ഷം നിരന്തരമായി തെറ്റായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പദം ജിഹാദ്. കാരുണ്യവാനായ റബ്ബ് ഇത് നമുക്ക് നിർബന്ധമാക്കിയിരിക്കുകയാണ്. ജിഹാദ്. വജാഹിദു ഫില്ലാഹ്. എന്താ ഈ ജിഹാദ്? ജിഹാദ് എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിപ്പിക്കുന്നവർ പറയുക, ശത്രുപക്ഷം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് എവിടെ കണ്ടേടത്ത് വെച്ചൊക്കെ ശത്രുക്കളെ വെട്ടി ശരിയാക്കണം എന്നുള്ളതാണ്. സായുധമായ പോരാട്ടം നിരന്തരം നടത്തലാണ് ഇവരുടെ രീതി. അതുകൊണ്ട് ഇവർ ആയുധം, അവരുടെ പ്രധാനപ്പെട്ട ഒരു ആയുധമാണ്, അവരുടെ പ്രധാനപ്പെട്ട ഒരു ഉപകരണം എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരമായി വികൃതമാക്കിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ജിഹാദ്? ജാഹദ യുജാഹിദു എന്ന് പറഞ്ഞാൽ കഠിനമായി പരിശ്രമിക്കലാണ്, അതിശക്തമായ പരിശ്രമം. എന്തിനു വേണ്ടിയിട്ടാണ്? ഫില്ലാഹ്, അള്ളാഹുവിൽ, അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ. ഫീ സബീലില്ല എന്ന് പറയും, വേറെ സ്ഥലങ്ങളിൽ അങ്ങനെ പറയും, ജാഹിദു ഫീ സബീലില്ല. ഇവിടെ ഫില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ നിരന്തരമായ പരിശ്രമങ്ങളിൽ ഏർപ്പെടണം. ഏതാ അള്ളാഹുവിൻ്റെ കാര്യം? പടച്ച റബ്ബ് നമ്മെ ഏൽപ്പിച്ച കാര്യമുണ്ടല്ലോ, ഈ സത്യദീൻ. ഈ ദീനിൻ്റെ കാര്യത്തിൽ നിരന്തരമായ പരിശ്രമങ്ങളിൽ, കഠിനാധ്വാനങ്ങളിൽ നിങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കണം എന്നാ. എന്താ പറയുന്നത്? ജാഹിദു ഫില്ലാഹി ഹഖ്ഖ ജിഹാദിഹി. എങ്ങനെയൊക്കെയോ ചെയ്യല്ല, ജിഹാദ് ചെയ്യേണ്ട രൂപത്തിൽ, ആത്മാർത്ഥതയോടുകൂടെ, നല്ല മനസാന്നിധ്യത്തോടുകൂടെ ജിഹാദ് ചെയ്യണം. അത് സായുധ പോരാട്ടം മാത്രമല്ല, സായുധ പോരാട്ടം വേണ്ടിടത്ത് സായുധ പോരാട്ടമുണ്ട്. കുറച്ച് മുമ്പ് ഇതേ സൂറത്തിൽ വിശുദ്ധ ഖുർആൻ ഉദിന ലില്ലദീന യുഖാതലൂൻ, നിരന്തരമായി അക്രമങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുന്ന അവർക്ക് ഇതാ അനുമതി നൽകിയിരിക്കുന്നു എന്ന് പറയുകയുണ്ടായി. യുദ്ധത്തിനുള്ള അനുവാദം. യുദ്ധം വേണ്ടിടത്ത് യുദ്ധമുണ്ട്. യുദ്ധം മാത്രമല്ല ജിഹാദ് എന്ന് പറഞ്ഞാൽ. നമുക്കൊക്കെ ജിഹാദ് ചെയ്യാനുണ്ട് നിരന്തരമായിട്ട്. ആ ജിഹാദ് ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ വേറെ ഒരു വിഭാഗം, ഇസ്ലാമിനോട് ശത്രുത വെച്ച് പുലർത്തുന്ന വേറെ കുറച്ച് മനുഷ്യർ എന്ന് മാത്രമല്ല, ശത്രുക്കൾ പലതുമുണ്ട്. സ്വന്തത്തിൽ തന്നെ ശത്രു ഉണ്ട്. അത് ഒരുപക്ഷേ തൻ്റെ ദേഹേച്ഛയാവാം, പലതരത്തിൽപ്പെട്ട ആഗ്രഹങ്ങളാവാം. തൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ പലതും അള്ളാഹുവിൻ്റെ മാർഗത്തിന് വിരുദ്ധമായത് ചെയ്യാൻ വേണ്ടി നിരന്തരമായി എന്നെയും നിങ്ങളെയും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
അതിനോട് നിരന്തരമായി നിങ്ങൾ ജിഹാദ് ചെയ്യണം. അതിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ നിങ്ങളുടെ ഈ ശക്തമായ ആഗ്രഹങ്ങളെ, ദേഹേച്ഛകളെ പരാജയപ്പെടുത്തുവാൻ വേണ്ടിയിട്ട്, അതിനോട് ഏറ്റുമുട്ടുവാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കണം. ആ പരിശ്രമം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ജാഹിദു ഫില്ലാഹി ഹഖ്ക ജിഹാദി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങുമ്പോൾ അദ്ദേഹം അനുചരന്മാരോട് പറഞ്ഞത്രേ, ഇതൊരു ചെറിയ യുദ്ധം, വലിയൊരു യുദ്ധത്തിലേക്ക് നിങ്ങൾ കടക്കുകയാണ്. അനുചരന്മാർ ചോദിച്ചു, ഏതാണ് വലിയ യുദ്ധം? വലിയൊരു യുദ്ധം കഴിഞ്ഞ് വരിക, പക്ഷേ പ്രവാചകൻ ചെറിയ യുദ്ധമാണ് കഴിഞ്ഞത്, വലുതിലേക്ക് പോവുക. ഏതാ അത് സ്വന്തം നഫ്സിനോടുള്ള യുദ്ധമാണ്. സ്വന്തം വല്ലാത്ത യുദ്ധം. അത് ഭയങ്കരമായിട്ട് സമ്പത്ത് ഇങ്ങനെ മുമ്പിൽ കൂടിക്കിടക്കുക. ആ കൂടിക്കിടക്കുന്ന സന്ദർഭത്തിൽ പല രൂപത്തിൽ ലാഭം കിട്ടുമെന്ന് കാണുമ്പോൾ അള്ളാഹു ഹറാമാക്കിയ കാര്യം ചിലപ്പം മറന്നുപോകും. അത് ചിലപ്പോൾ പലിശയായിരിക്കും, വെട്ടിപ്പായിരിക്കും, വഞ്ചനയായിരിക്കും, തട്ടിപ്പായിരിക്കും, പലതും. ഇത്ര പൈസ കിട്ടുകയാണ്, കയ്യിൽ വരികയാണ്, പണം കയ്യിൽ വരാൻ ഉണ്ട് മുമ്പിൽ. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ഒരു പക്ഷേ തൻ്റെ മനസ്സ്, പണത്തോട് കൊതിയുള്ള മനസ്സ് ധിക്കാര പ്രവർത്തനത്തിന്, ദൈവധിക്കാര പ്രവർത്തനത്തിന്, ഹറാമായൊരു കാര്യത്തിന് ഇവരെ പ്രേരിപ്പിക്കാം. അരുത്. അതിനോട് കടുത്ത പോരാട്ടത്തിൽ ഏർപ്പെടുന്ന സന്നദ്ധനാവണം. പല രൂപത്തിൽ നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പോരാട്ടം അത് ജിഹാദാണ്. മാത്രമല്ല, പടച്ചറബിൻ്റെ കെലിമത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടിയിട്ട്, അള്ളാഹുവിൻ്റെ ആയത്തുകളുടെ, പടച്ചറബിൻ്റെ കൽപ്പനകളുടെ ഔന്നത്യത്തിന് വേണ്ടിയിട്ട്, ഈ ദീനിൻ്റെ ഔന്നത്യത്തിന് വേണ്ടി നിരന്തരമായിട്ട് പരിശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ബി അംവാലിഹിം വ അംഫുസിഹിം. ഖുർആൻ ജിഹാദ് 2 രൂപത്തിലുള്ള ജിഹാദിനെ പറ്റി പറയുന്നു. ഒന്ന്, മുതലുകൊണ്ട സമ്പത്ത് ചെലവഴിക്കുക. എന്തിനു വേണ്ടിയിട്ട്? പടച്ചറബിൻ്റെ ദീനിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട്. വ അംഫുസിഹിം, നിങ്ങളുടെ ശരീരം വിനിയോഗിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു നൽകിയ നമ്മുടെ ശരീരം, ആരോഗ്യം, നമ്മുടെ സമയം, നമ്മുടെ കഴിവുകൾ പടച്ചറബിൻ്റെ ദീനിൻ്റെ ഉന്നതിക്ക് വേണ്ടി വിനിയോഗിക്കുക. ഇത് നിർബന്ധമായ ബാധ്യതയാണ്. നമ്മളങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് സ്വന്തത്തോട് ചോദിക്കുക. വജാഹിദു ഫില്ലാഹി ഹഖ്ക ജിഹാദി, എങ്ങനെയെങ്കിലുമല്ല, ഹഖ്ക ജിഹാദി, ജിഹാദ് ചെയ്യേണ്ട വിധം, അഥവാ ആത്മാർത്ഥതയോടുകൂടെ, നിസ്വാർത്ഥരായിക്കൊണ്ട്, അള്ളാഹുവിൻ്റെ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക. 2, ഹുവജിതബാക്കും, അവൻ അള്ളാഹു, ഇജിത്തബാക്കും, നിങ്ങളെ സെലക്ട് ചെയ്തിരിക്കുന്നു. ഇജിത്തബ, തെരഞ്ഞെടുത്തിരിക്കുന്നു. മുജിത്തബ എന്ന് നമ്മൾ പറയാറുണ്ട്, തെരഞ്ഞെടുക്കപ്പെട്ടവൻ. അള്ളാഹു നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഹുവജിത്തബാക്കും, എന്താ പറഞ്ഞത്? അള്ളാഹു സെലക്ട് ചെയ്തിരിക്കുന്നു. ആരെ? എന്നെയും നിങ്ങളെയും. ഈ മുസ്ലിം ഉമ്മത്തിനെ, സത്യവിശ്വാസികളെ വിളിച്ചിരിക്കുന്നത് യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ വിളിച്ച് പറയുകയാണ്, ഹുവ ഇജിത്തബാക്കും, വിശ്വസിച്ചവരെ, അവൻ നിങ്ങളെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. വല്ലാത്തൊരു പദവിയാണ് അത്. ആരാ തെരഞ്ഞെടുത്തത്? പ്രധാനമന്ത്രിയൊന്നുമല്ല, ഏതോ രാഷ്ട്രത്തിൻ്റെ പ്രസിഡൻ്റ് അല്ല. ലോകത്തെ വൻശക്തികൾ നിങ്ങളെ തെരഞ്ഞെടുത്തു എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാവുന്നതുണ്ടല്ലോ, നിങ്ങളിതാ ഈ അവാർഡിന് സെലക്ട് ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും. ഇവിടെ പടച്ചറബ്, ഈ പ്രപഞ്ചത്തിൻ്റെ നാഥൻ നിങ്ങളെ സെലക്ട് ചെയ്തിരിക്കുന്നു. നിങ്ങളോട് പറയാം, ഈ ഉമ്മത്തിന്. ഖുർആൻ അത് വേറെ രൂപത്തിൽ പറയുന്നുണ്ട്. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതാ, ഇപ്രകാരം നാം നിങ്ങളെ ഏറ്റവും മിതമായ ഒരു സമൂഹമാക്കിയിട്ടുണ്ട്, ഒരു മധ്യമ സമൂഹമാക്കി എന്ന് പറയുന്നു. വേറെ സ്ഥലത്ത് ഇങ്ങനെയാണ്, കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, നിങ്ങൾ ഉത്കൃഷ്ടമായ ഖൈർ ഉമ്മത്ത്, ഏറ്റവും വിശിഷ്ടമായ ഒരു ഉമ്മത്താണ്, സമുദായമാണ്. ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. ശരിക്കും മനസ്സിലാക്കണം, ഈ മുസ്ലിം ഉമ്മത്തിനെ നോക്കിയിട്ട് അള്ളാഹു പറയാണ്, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, അവൻ നിങ്ങളെ സെലക്ട് ചെയ്തിരിക്കുന്നു. ഹുവജിത്തബാക്കും, സന്തോഷം നമുക്ക്. ഇങ്ങനെ സെലക്ട് ചെയ്യപ്പെട്ട ഒരു വിഭാഗം നേരത്തെ ഉണ്ടായിരുന്നു, ബനൂ ഇസ്രായേലിയരാ. അള്ളാഹു അവരെ സെലക്ട് ചെയ്തിരുന്നു. എന്തിനാ ഈ സെലക്ഷൻ? ഹുവജിത്തബാക്കും. ആ സെലക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ, സത്യദീൻ ഈ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ, നീതിയും സത്യവും സന്മാർഗവുമൊക്കെ എന്താണ് എന്ന് ജനങ്ങളോട് പറയുവാനും അത് പ്രവൃത്തിയിൽ കാണിച്ചു കൊടുക്കുവാനും വേണ്ടിയിട്ടാണ് നിങ്ങളെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിന് വിശദാംശം വരും. ഹുവജിത്തബാക്കും, അവൻ നിങ്ങളെ സെലക്ട് ചെയ്തിരിക്കുന്നു. നല്ല സന്തോഷമുള്ളൊരു കാര്യമാണ്, സന്തോഷ വാർത്തയാണ്. അള്ളാഹു തെരഞ്ഞെടുത്തൊരു വിഭാഗം എന്ന് പറയുന്നത്. പക്ഷേ വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്നിട്ട് അള്ളാഹുവിൻ്റെ ഇടയ്ക്ക് പറയുന്നു,
വമ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, വമ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, വമ ജഅല അലൈക്കും, അവൻ നിങ്ങളുടെ മേൽ ഉണ്ടാക്കിയിട്ടില്ല, ആക്കി വെച്ചിട്ടില്ല. എന്ത്? ഫിദ്ദീൻ, ഈ ദീനിൻ്റെ കാര്യത്തിൽ, ഈ വ്യവസ്ഥ അംഗീകരിക്കുന്നതിലൂടെ നിങ്ങളുടെ മേൽ അവൻ അടിച്ചേൽപ്പിച്ചിട്ടില്ല. മിൻ ഹറജ്, യാതൊരു തരത്തിൽപ്പെട്ട പ്രയാസവും ഒരു ബുദ്ധിമുട്ടും ഒരു ഡിഫിക്കൽട്ടി ഒന്നും തന്നെ അവൻ നിങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചിട്ടില്ല. മിൻ ഹറജ് എന്ന് പറഞ്ഞാൽ ഒരു പ്രയാസം ഉണ്ടാക്കി വെച്ചിട്ടില്ല. എന്താ പറഞ്ഞത്? അള്ളാഹു നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്തിനാ? ഈ ദീൻ അത് ഉൾക്കൊണ്ട് അതിൻ്റെ സന്ദേശം ലോകത്തിന് സമർപ്പിക്കുവാൻ. ഈ കാര്യത്തിൽ ഒരു പ്രയാസമൊന്നുമില്ല. നിങ്ങൾക്ക് ഭയങ്കരമായ പ്രയാസകരമായൊരു പണിയൊന്നും അല്ല ഇത്. പ്രയാസകരമായ പണിയാക്കി മാറ്റിയ ആളുകളുണ്ട്, പുരോഹിതന്മാരവർ. പുരോഹിതന്മാരും പണ്ഡിതന്മാരുമൊക്കെ വേദക്കാർക്ക് വല്ലാത്ത പ്രയാസകരമാക്കി അവരുടെ ദീൻ. പല രൂപത്തിലുള്ള ആചാരങ്ങൾ കടത്തിക്കൊണ്ടുവന്നു. ബ്രഹ്മചര്യം പോലുള്ള, അതുപോലെ തന്നെ കടുത്ത ബലികർമ്മങ്ങൾ പോലുള്ള, യാഗങ്ങൾ പോലുള്ള പല രൂപത്തിലുള്ള കാര്യങ്ങൾ ആളുകൾ സൃഷ്ടിച്ചുകൊണ്ട് ഭയങ്കരമായ കോംപ്ലിക്കേഷൻസ്, സങ്കീർണതകൾ നിരന്തരമായി സൃഷ്ടിച്ച ആളുകൾ മതത്തിൻ്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട്. പടച്ചറബ് പറയുന്നു, വമ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, ഈ ദീനിൻ്റെ കാര്യത്തിൽ പടച്ചറബ് നിങ്ങൾക്കൊരു സങ്കീർണതയും ഉണ്ടാക്കിയിട്ടില്ല. ഒരു സങ്കീർണതയില്ല, ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ അങ്ങനെ ചെയ്യണം, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, ഒരു പ്രശ്നവുമില്ല. നമസ്കാരം ചില ആളുകൾ സങ്കീർണതയായി പറയാറുണ്ട്. സങ്കീർണതയാകുമായിരുന്നു. എങ്ങനെയാണെങ്കിൽ എന്നറിയോ? നമ്മൾ യാത്രയിലാന്ന് സങ്കല്പിച്ചോ. ആ യാത്രയിലും 5 നേരം കൃത്യമായിട്ട് അതത് സമയത്ത് സ്ഥലത്ത് ഇറങ്ങിയിട്ട് നമസ്കരിച്ചോളണം എന്ന് അള്ളാഹു പറഞ്ഞിരുന്നെങ്കിൽ സങ്കീർണതയാ. പക്ഷേ പടച്ചറബ് സങ്കീർണത ഇഷ്ടപ്പെടാത്തത് കൊണ്ട് പറഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങൾ യാത്രയിലാണെങ്കിൽ നിങ്ങൾക്ക് ചുരുക്കി നമസ്കരിക്കാം, നിങ്ങൾക്ക് ഒരുമിച്ച് കൂട്ടി നമസ്കരിക്കാം, പക്ഷേ നമസ്കാരം ഒഴിവാക്കരുത്. നോമ്പെടുക്കുന്നത് ഏറെ പ്രയാസകരമാകുമായിരുന്നു. എല്ലാവരും രോഗികൾ ഉൾപ്പെടെ നോമ്പെടുക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇല്ല, രോഗികൾക്ക് ഏതെങ്കിലും പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് മറ്റ് ദിവസങ്ങളിലാവാം, പ്രശ്നമില്ല എന്ന് അള്ളാഹു പറഞ്ഞു. ഈ ദീൻ ഒട്ടും പ്രയാസകരമല്ല. ഇവിടെ പ്രയാസം സൃഷ്ടിക്കുന്ന പുരോഹിതന്മാരും പണ്ഡിതന്മാർക്കും ഒരു വകുപ്പില്ല. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഅറാഫിൽ ഈ ദീനിനെ പറ്റിയിട്ട് അള്ളാഹു പ്രവാചകൻ അയച്ചതിനെ പറ്റി പരിചയപ്പെടുന്നുണ്ട്. വയളഉ അൻഹും ഇസ്റഹും വൽ അഗ്ലാലല്ലതി കാനത് അലൈഹിം. ആരാ പ്രവാചകൻ? റസൂലിനെ പരിചയപ്പെടുത്തുകയാണ്. ഈ പ്രവാചകൻ വന്നിരിക്കുന്നത് നിങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെ ദൂരീകരിക്കാനാണ്, നിങ്ങളുടെ മുതുകിനെ ഞെരിച്ചുകൊണ്ടിരിക്കുന്ന ഭാരങ്ങൾ ഇറക്കി വെക്കാനാണ്, നിങ്ങളെ എല്ലാവരെയും വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ചങ്ങലക്കെട്ടുകൾ അറുത്തുമാറ്റാനാണ് എന്ന് അള്ളാഹു പ്രവാചകൻ്റെ ആഗമനത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ആളുകളുടെ പ്രയാസം ദൂരീകരിക്കാൻ വേണ്ടി പ്രവാചകൻ. അതിവിടെ വീണ്ടും ഖുർആൻ പറയുന്നത് ഇങ്ങനെയാണ്, വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്. ഈ ദീനിൽ പടച്ചറബ് നിങ്ങളുടെ മേൽ യാതൊരു തരത്തിൽപ്പെട്ട ബുദ്ധിമുട്ടും സൃഷ്ടിച്ചു വച്ചിട്ടില്ല. മില്ലത്ത അബീക്കും ഇബ്രാഹിം. ഇതേതാ ഈ മാർഗം? ഈ മാർഗം പുതിയതല്ല. ഇവിടെ അഭിസംബോധിതർ സത്യവിശ്വാസികളെ വിളിച്ചിട്ടാണ് പറയുന്നത്. സത്യവിശ്വാസികളാണ്. അതോടൊപ്പം ഇതിൻ്റെ പ്രഥമ അഭിസംബോധിതർ എന്ന് പറയുന്നത് മക്കയിലുള്ള അറബികളാണ്. അറബികളെ സംബന്ധിച്ചിടത്തോളം ഇബ്രാഹിമി പൈതൃകം അവർക്കെന്നും അറിയാം. അവർക്ക് അവകാശപ്പെടി ഇസ്മായിലികളാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പുത്രൻ ഇസ്മായിലിൻ്റെ സന്തതി പരമ്പരയിൽ വരുന്ന ആളുകൾ ഇസ്മായിലികൾ എന്ന് പറയാറുണ്ട്. നിങ്ങളുടെ നിങ്ങളുടെ പിതാവായ ഇബ്രാഹിമിൻ്റെ മാർഗമാണിത്. ഇത് ഒരു ഉദ്ദേശമാണ്. അറബികൾക്ക് ഏറ്റവും പരിചയമുള്ള അവരുടെ പിതാമഹനായ ഇബ്രാഹിമിൻ്റെ മാർഗം അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. വേറൊരു അർത്ഥം കൂടി അതിലുണ്ട്. അത് എല്ലാവരും സർവാംഗീകൃതമായിട്ട് അംഗീകരിക്കുന്ന ഒരു പ്രവാചകനാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിത്വമാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. യഹൂദികൾ അംഗീകരിക്കുന്നു, നസ്വാറാക്കൾ അംഗീകരിക്കുന്നു, മക്കയിലെ മുശ്രിക്കുകൾ അംഗീകരിക്കുന്നു. എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ഉന്നതമായ വ്യക്തിത്വമാണ് ഇബ്രാഹിം. ഇബ്രാഹിം നബിയുടെ പ്രതിമയൊക്കെ അവിടെ ഉണ്ട്. കഅബയിൽ അവർ നിരവധിയായ വിഗ്രഹങ്ങൾ സൃഷ്ടിച്ചു വെച്ചവരുടെ കൂട്ടത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ബിംബവുമുണ്ട്. ഇവരെല്ലാവരും അംഗീകരിക്കുന്ന ഈ ഇബ്രാഹിം ഉണ്ടല്ലോ, അതിൻ്റെ മാർഗ്ഗം ഈ പറഞ്ഞു തരുന്നത്. മില്ലത്ത അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ പിതാവായ ഇബ്രാഹിമിൻ്റെ മില്ലത്ത്. ആ മില്ലത്ത് ഏതാ? ഇസ്ലാം. മില്ലത്ത് അബീക്കും ഇബ്രാഹിം ഹുവ സമ്മാകുമുൽ മുസ്ലിമീന മിൻ ഖബ്ലു വഫീ ഹാദാ. അടുത്തത്, അവൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നു, പേര് വിളിച്ചിരിക്കുന്നു. സമ്മാ യുസമ്മി, പേര് വിളിക്കുക, പേര് വെക്കുക എന്നൊക്കെ പറയാം.
ഹുവ സമ്മാക്കും, അവൻ നിങ്ങളെ പേര് വിളിച്ചിരിക്കുന്നു. അള്ളാഹു എന്ത്? അൽ മുസ്ലിമീൻ. എന്താ പേര്? അൽ മുസ്ലിമീൻ. നിങ്ങളുടെ പേര് മുസ്ലിം എന്നാണ്. പടച്ചറബിന് സമ്പൂർണ്ണമായിട്ട് സമർപ്പിച്ചവൻ എന്നാണ്, വഴിപ്പെടുന്നവൻ എന്നാണ്. മിൻ ഖബിൽ, നേരത്തെ അങ്ങനെ തന്നെയാണ്, നേരത്തെ അവൻ പേര് വെച്ചത് അങ്ങനെ തന്നെയാണ്. വഫി ഹാദ, ഈ വിശുദ്ധ ഖുർആനിലും ഇപ്പോഴും നിങ്ങളുടെ പേര് മുസ്ലിം എന്ന് തന്നെയാണ്. ആരാ മുസ്ലിം? ചില ആളുകൾ തെറ്റായി പറയാറുണ്ട്. ഇസ്ലാമിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് മുഹമ്മദാണ് എന്ന് ചില ആളുകൾ പറയും. തെറ്റാണത്. ഇസ്ലാം അള്ളാഹുവാണ് സ്ഥാപിച്ചത്. ആരാണോ ഇസ്ലാമിനെ അംഗീകരിക്കുന്നവൻ അവനാണ്, അതനുസരിച്ച് പ്രവർത്തിക്കുന്നവൻ, വിശ്വസിച്ച് ജീവിക്കുന്നവനാണ് മുസ്ലിം എന്ന് പറയുന്നത്. ആ മുസ്ലിം ആദ്യത്തെ മനുഷ്യൻ മുതൽ മുസ്ലിമാ. ഒന്നാമത്തെ മനുഷ്യൻ അള്ളാഹു സൃഷ്ടിച്ച ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുസ്ലിമാണ്. അങ്ങനെ വന്ന് പ്രവാചകന്മാർ, അവർ വിശ്വസിച്ച ആളുകളൊക്കെ മുസ്ലിങ്ങളാണ്. ഇതാ നിങ്ങളും മുസ്ലിങ്ങളാണ്. ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീന മിൻ ഖബിൽ വഫി ഹാദ, അവൻ നിങ്ങൾക്ക് പേര് വെച്ചിരിക്കുന്നത് മുസ്ലിം എന്നാണ്. ഇവിടെ നമ്മളൊരു കാര്യം കൂടി മനസ്സിലാക്കണം. ഇബ്രാഹീമിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടാണ് ഇത് പറയുന്നത്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹീമിനെ സംബന്ധിച്ച് ചില ആളുകൾ പറയും അദ്ദേഹം യഹൂദിയാണ്, അദ്ദേഹം നസോറ ക്രിസ്ത്യാനിയാണ് എന്നൊക്കെ വാദിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു മറുപടി കൊടുക്കുന്നുണ്ട്. മാ കാന ഇബ്രാഹിമു യഹൂദിയൻ വല നസ്രാനിയൻ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമ. ആരാ ഇബ്രാഹിം? ഇബ്രാഹിം ഋജുമാനസനായ മുസ്ലിമാണ്, ക്രിസ്ത്യാനിയല്ല, യഹൂദിയല്ല. ആ ഇബ്രാഹിമിൻ്റെ പാത, അദ്ദേഹത്തിൻ്റെ വഴി, അദ്ദേഹത്തിൻ്റെ മാർഗം. മിൻ ഹുവ സമ്മാക്കുൽ മുസ്ലിമീന മിൻ ഖബൽ വഫി ഹാദ, ഇതിനു മുമ്പും ഇപ്പോഴും ഈ വേദഗ്രന്ഥത്തിലും പൂർവ്വവേദങ്ങളിലുമൊക്കെ തന്നെ നിങ്ങളെ അവൻ പേര് വച്ചിരിക്കുന്നത് മുസ്ലിം എന്നാണ്. ലിയകൂനർ റസൂലു ഷഹീദൻ അലൈക്കും വതകൂനു ശുഹദാഅ അലന്നാസ്. റഹ്മാനായ റബ്ബ് എന്നോട്, നമ്മിൽ ഓരോരുത്തരോടും നമ്മുടെ ബാധ്യത ശരിക്ക് പറഞ്ഞു തരിക. ശരിക്ക് നോക്കണം ഇതിൻ്റെ ആയത്തുകൾ. ഇവിടെ പറയുന്നു, അങ്ങനെ നിങ്ങളെ മുസ്ലിങ്ങളാക്കി വെച്ചത് എന്തിനാ? ലിയകൂനർ റസൂലു ഷഹീദൻ അലൈക്കും വതകൂനു ശുഹദാഅ അലന്നാസ്. റസൂൽ നിങ്ങളുടെ മേൽ സാക്ഷിയാവാൻ. ലിയകൂനർ റസൂൽ, ദൂതൻ, ദൈവദൂതൻ ആകുവാൻ വേണ്ടി, ആയിത്തീരാൻ വേണ്ടി. ഷഹീദ, സാക്ഷി. അലൈക്കും, നിങ്ങളുടെ മേൽ. വതകൂനു, നിങ്ങളായി തീരുവാനും, നമ്മളായി തീരുവാൻ. ശുഹദാ, സാക്ഷികൾ. ഷഹീദ് ജംഅ് ശുഹദാ, സാക്ഷികളാകുവാൻ. അലന്നാസ്, എല്ലാ ജനങ്ങൾക്കും. വളരെ ഭാരിച്ച ഈ ഉത്തരവാദിത്വം ഇവിടെ വ്യക്തമാക്കുകയാണ്. നേരത്തെ പറഞ്ഞു ഹുവ ജിത്തബാക്കും, സന്തോഷമായിരുന്നു നമുക്ക്, അവൻ നിങ്ങളെ സെലക്ട് ചെയ്തിട്ടുണ്ട്. പടച്ചറബ് കോടാനുകോടി മനുഷ്യരുടെ കൂട്ടത്തിൽ നമ്മളതാ ഇവിടെ ഇരിക്കുന്ന ഈ ആളുകളെ, കുറച്ച് ആളുകളെ സെലക്ട് ചെയ്തിരിക്കുന്നു. ഈ ഉമ്മത്തിനെ സെലക്ട് ചെയ്തിരിക്കുന്നു, സത്യവിശ്വാസികളെ സെലക്ട് ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറയും, സന്തോഷമുണ്ട്. പക്ഷേ എന്തിനാ സെലക്ട് ചെയ്തത്? ലിയകൂനർ റസൂലു ഷഹീദൻ അലൈക്കും വതകൂനു ശുഹദാഅ അലന്നാസ്. ഇതിനാണ് ഷഹാദത്തുൽ ഹഖ് എന്ന് പറയുക, സത്യസാക്ഷ്യം. എന്തിനാ സെലക്ട് ചെയ്തത്? ഒന്ന് പറഞ്ഞു തരികയാണ്, പ്രവാചകൻ നിങ്ങൾക്ക് സാക്ഷിയാകുവാൻ. അതേതാ? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അദ്ദേഹം നമുക്ക് സാക്ഷിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കിൽ, പ്രവൃത്തിയിൽ, അദ്ദേഹത്തിൻ്റെ മുഴുവൻ ജീവിതത്തിലും സമ്പൂർണമായ സാക്ഷി, ഇസ്ലാമിൻ്റെ സാക്ഷി, അള്ളാഹു കൊടുത്ത സകലമാന നിർദ്ദേശങ്ങളുടെയും കൃത്യമായ സാക്ഷി എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ കാണാൻ കഴിയുന്ന വിറ്റ്നസ്, നേർക്കുനേരെ ദൃക്സാക്ഷിയായിട്ട് ജീവിച്ച വ്യക്തിയാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. പരലോകത്ത് അള്ളാഹു ഈ കാര്യം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, മരണാനന്തരം നമ്മളെയൊക്കെ അവൻ ഒരുമിച്ച് കൂട്ടും. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെ ഒരുമിച്ച് കൂട്ടുന്ന സന്ദർഭം മഹ്ശർ. ആ മഹ്ശറിൽ വെച്ചിട്ട് ഒരു സാക്ഷ്യം നിർവഹിക്കാനുണ്ട്. അവിടെ പ്രവാചകന്മാർ സാക്ഷ്യം വഹിക്കും. ഓരോ പ്രവാചകനും അവരവരുടെ ഉമ്മത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കും. അന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സാക്ഷി പറയും. എന്താ പറയാന്നറിയോ? ഞാൻ സാക്ഷി, ഈ ജനതക്ക്, ഈ ഉമ്മത്തിന് നീ എന്നെ ഏൽപ്പിച്ച ദൗത്യം യാതൊരു ഏറ്റക്കുറവുമില്ലാതെ, ഒരു വെട്ടിച്ചുരുക്കലുകളുമില്ലാതെ, ഒരു കൂട്ടിച്ചേർക്കലുമില്ലാതെ
കൃത്യമായിട്ട് റഹ്മാൻ റബ്ബേ ഇവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിലൂടെ പ്രായോഗികമായി കാണിച്ചു കൊടുത്തിട്ടുണ്ട്, നീ സാക്ഷിയാണ്. നോക്ക്, ഹബീബായ റസൂലിന് അത് പറയാം. അദ്ദേഹത്തിൻ്റെ ജീവിതം ഇസ്ലാമിൻ്റെ സമ്പൂർണ്ണമായ സാക്ഷിത്വമാണ്. എല്ലാ അർത്ഥത്തിലും നമുക്ക് പൂർത്തിയായിട്ട് കൃത്യമായിട്ട് അള്ളാഹുവിൻ്റെ വചനങ്ങൾ പ്രവാചകൻ്റെ ജീവിതത്തിലൂടെ കാണാൻ കഴിയും. റസൂലിൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് സംക്ഷിപ്തമായി പറഞ്ഞില്ലേ, കാന ഖുലുഖുഹു അൽ ഖുർആൻ. ഒരു മനുഷ്യൻ്റെ ജീവിതം സ്വഭാവത്തെ സംബന്ധിച്ച് ഏറ്റവും നന്നായിട്ട് പറയുക അവരുടെ ഭാര്യമാരായിരിക്കാം. ഈ റസൂലിൻ്റെ സ്വഭാവത്തെ സംബന്ധിച്ച് സാക്ഷ്യപ്പെടുത്തുന്നത് പ്രിയ പത്നി പറയുകയാണ്, ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന ഖുലുഖുഹു അൽ ഖുർആൻ. മറ്റൊന്നും പറയാനില്ല, അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഖുർആൻ തന്നെയാണ്. ആ റസൂൽ പരലോകത്ത് ആളുകളുടെ മുമ്പിൽ സാക്ഷി പറയുകയാണ്, അല്ലാഹുവേ, നീ എന്നെ ഏൽപ്പിച്ച ദൗത്യം, എന്നോട് ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ യാതൊരു ഏറ്റക്കുറവില്ലാതെ അത് കൃത്യമായിട്ട് ഈ സമുദായത്തിന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഈ ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, പ്രാവർത്തികമായി കാണിച്ചു കൊടുത്തിട്ടുണ്ട്, പ്രയോഗവൽക്കരിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഊഴമാണ് വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനു ശുഹദാ അലന്നാസ്. ഇവിടെ പറഞ്ഞില്ലേ, വയകൂന റസൂലു ലിയകൂന റസൂലു ഷഹീദൻ അലൈക്കും വതകൂനു ശുഹദാ അലന്നാസ്. നമുക്കൊരു സാക്ഷി പറയാനുണ്ട്. റസൂൽ സാക്ഷി പറഞ്ഞ പോലെ പറയണം. എന്താ പറയേണ്ടത്? ഞാനും നിങ്ങളും പറയും. എന്താ പറയുക? പടച്ച റബ്ബേ, ഈ മനുഷ്യർക്ക്, ഈ സമൂഹത്തിന് നിൻ്റെ ദീൻ അത് യാതൊരു ഏറ്റക്കുറവുമില്ലാതെ പഠിപ്പിച്ചു കൊടുക്കുവാൻ, പകർന്നു കൊടുക്കുവാൻ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതം അതിന് മാതൃകയാണ് എന്ന് പറയാൻ പരലോകത്ത് വെച്ച് കഴിയുക, അതാണ് അള്ളാഹു പറയുന്നത് നമ്മെ ഏൽപ്പിച്ച ദൗത്യം എന്ന് പറഞ്ഞത്. ഇതാ ഏൽപ്പിച്ച ദൗത്യം. ഞങ്ങളൊക്കെ സ്വർഗത്തിൻ്റെ ആൾക്കാരാണെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല, അവർക്കാണ് സ്വർഗം കൊടുക്കുക. ഈ സാക്ഷ്യമാണ് അള്ളാഹു അവിടെ വെച്ച് ചോദ്യം ചെയ്യുന്നത്. ചോദിക്കും അള്ളാഹു, ഈ ലോകത്ത് തിന്മകൾ വ്യാപിക്കുമ്പോൾ, വമ്പിച്ച അക്രമവും അനീതിയും ഒക്കെ നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ, അസത്യത്തിൻ്റെ തേറുവാഴ്ച അവിടെ നടക്കുമ്പോൾ പടച്ചറബ് ചോദിക്കുകയാണ്, ഈ ലോകത്ത് ഇത്രമാത്രം അതിക്രമങ്ങൾ നടമാടിയപ്പോൾ നീയൊക്കെ എവിടെ പോയി ചത്തുകിടക്കുകയായിരുന്നു എന്ന് ഇവരോട് ചോദിക്കുന്ന ഒരു സന്ദർഭം വരുമെന്നാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ബാധ്യതയുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. കുറച്ചാളുകളായിരിക്കും ഇവിടെ ഉണ്ടാവുക. ഇത് കേൾക്കുന്ന ആളുകൾ ഒരുപക്ഷെ വളരെ കുറവായിരിക്കാം. നമുക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യത വിസ്മരിക്കാൻ പാടില്ല. ആ ബാധ്യത റഹ്മാൻ റബ്ബ് നമുക്ക് എത്തിച്ചു തന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഏൽപ്പിച്ച് വിട്ടേച്ചു പോയ തറക്തു ഫീകും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ ഏൽപ്പിച്ചു പോയ ഖുർആനും സുന്നത്തും അത് ഈ ലോകത്തിന് വെളിച്ചമാക്കി പകർന്നു കൊടുക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. നമ്മൾ ആരോടെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഒരു ആയത്തെങ്കിലും ബല്ലിഗു അന്നി വലൗ ബി ആയ, ഒരു ആയത്തെങ്കിലും എന്നിൽ നിന്ന് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? സ്വന്തം കൂടെ ജോലി ചെയ്യുന്ന ആൾവരോട്, സ്വന്തം അയൽവാസിയോട്, ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരോട് ഇന്നതാണ് നന്മ, ഈ നന്മയാണ് വേണ്ടത്, ഇത് തിന്മയാണ് അരുത് എന്നൊക്കെ പറയുവാൻ നമ്മൾ സന്നദ്ധരായിട്ടുണ്ടോ എന്ന് ആലോചിക്കണം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. സെലക്ട് ചെയ്യപ്പെട്ടു എന്നുള്ള സന്തോഷകരമാണ്. ആ നമ്മൾ സെലക്ട് ചെയ്യപ്പെട്ടതിലൂടെ, നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടതിലൂടെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം ഇതാണ്. ഈ ഉത്തരവാദിത്വ നിർവഹണത്തിൽ വീഴ്ച വരുത്തിയാൽ ഗുരുതരമായ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. ഇത് അള്ളാഹു തീർത്ത് പറഞ്ഞിട്ടുണ്ട്. റസൂലിനോട് എന്താ പറഞ്ഞെന്നറിയോ? നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തിൽ വീഴ്ച വരുത്തിയാൽ സാധാരണക്കാർക്ക് ലഭിക്കുന്ന ശിക്ഷയല്ല കിട്ടുക, ലിഅഫൈൻ, ഇരട്ടി ശിക്ഷയാ. പടച്ചറബ് കാക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എങ്ങനെയാണ് നമ്മൾ ആളുകൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ആലോചിച്ച് നോക്കുക. നമ്മളെ കണ്ടിട്ട് വേണം ആളുകൾ മനസ്സിലാക്കാൻ ഇതാണ് സത്യം, ഇതാണ് നീതി, ഇയാളുടേതാണ് സന്മാർഗമെന്ന് ആളുകളുടെ പ്രവൃത്തി കണ്ടിട്ട് മനസ്സിലാക്കുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ജനതയാണിത്. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ട ഉത്തമ സമൂഹം. ആ ജനതയുടെ പണിയെന്താ? ഈ ആളുകളുടെ പണിയെന്താ? തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. നന്മ കൽപ്പിച്ചു കൊടുക്കണം, തിന്മയെ വിലക്കണം. ഈ ദൗത്യത്തിന് വേണ്ടിയിട്ട് അള്ളാഹു തിരഞ്ഞെടുത്തത് ഇത്. അള്ളാഹു അതിനെപ്പറ്റി ഓർമ്മിപ്പിക്കുകയാണ്. ലിയകൂനർ റസൂലു ഷഹീദൻ അലൈക്കും
വതകൂനൂ ശുഹദാഅ അലന്നാസ്. എങ്ങനെയാണോ റസൂൽ നിങ്ങളുടെ മേൽ സാക്ഷിയായിട്ട് ഇവിടെ ജീവിച്ചത്, അതുപോലെ ഈ കാലഘട്ടത്തിൽ റസൂൽ സാക്ഷ്യം വഹിച്ചതുപോലെ സത്യത്തിൻ്റെ, സന്മാർഗത്തിൻ്റെ, നീതിയുടെ സാക്ഷികളായിട്ട് നിങ്ങൾ ജീവിക്കണം. അതുകൊണ്ട് ഫഅഖീമുസ്സലാത വആതുസ്സകാത വഅ്തസിമൂ ബില്ലാഹി ഹുവ മൗലാകും ഫനിഅമൽ മൗലാ വനിഅമൻ നസീർ. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? ഈ ദൗത്യമൊക്കെ നിർവഹിക്കണമെങ്കിൽ അനിവാര്യമായിട്ടും അതിന് കരുത്ത് നൽകുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഫഅഖീമുസ്സലാഹ്, നിങ്ങൾ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കണം, അല്ലെങ്കിൽ നിലനിർത്തണം. അഖീമുസ്സലാ എന്താ പറഞ്ഞത്? നേരത്തെ ഈ സൂറത്തിൽ ആദ്യത്തെ തൊട്ട് മുന്നേയുള്ള ആയത്തിലും തുടങ്ങിയത് ഇങ്ങനെയാണ്, യാ അയ്യുഹല്ലദീന ആമനു ഉർക്കഉ വസ്ജുദു. അവിടെ ഈ നമസ്കാരമാണ് സൂചിപ്പിച്ചത്. ഇവിടെ വീണ്ടും പറയുകയാണ് അഖീമുസ്സലാ, നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുക. ഒന്ന് ആലോചിച്ച് നോക്ക്, എന്താ ഈ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുക? അഖീം ഖുർആൻ ആവർത്തിച്ച് പറയുന്നത് സൊല്ലു എന്നൊന്നും അല്ല, ഇഖാമത്തു സ്വലാത്ത്, അഖീമുസ്സലാത്ത് എന്നാണ് പറയാം. എന്താണെന്ന് വെച്ചാൽ അതിനൊരു ക്രമമുണ്ട്, ഒരു ചിട്ടയുണ്ട്, സമയമുണ്ട്. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, സമയ വക്ത് നിശ്ചയിക്കപ്പെട്ട ഒരു കാര്യമാണ്. അതിന് കൃത്യമായിട്ടൊരു ഒരു ഒരു മര്യാദയുണ്ട്, അച്ചടക്കമുണ്ട്, ഒരു രീതിയുണ്ട്, ഒരു ഓർഡറുണ്ട്. അത് ഒരു ഇമാം അദ്ദേഹത്തിന് പിന്നിൽ അണിയായി നിന്ന് മനോഹരമായൊരു പ്രവൃത്തി. ഇത് തോന്നിയ മാതിരി ഇശാക്ക് എനിക്കിഷ്ടം ഉള്ള സമയത്ത് സുബഹിയൊക്കെ ഞാൻ എണീക്കുമ്പോൾ അങ്ങനൊന്നുമല്ല നിസ്കാരം. നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ട ഈ ദൗത്യം നിർവഹിക്കാൻ സന്നദ്ധരാവണമെങ്കിൽ ചിട്ട വേണം, ഡിസിപ്ലിൻ ഉണ്ടാവണം. ആ അച്ചടക്കത്തിൻ്റെ ഭാഗമാണ് അഖീമുസ്സല. അതാ നിങ്ങൾക്ക് കരുത്ത് നൽകുക, അതാ നിങ്ങളുടെ പവർ. അഖീമുസ്സല വ ആതു സക്കാത്ത്. ഒന്ന്, സ്വലാത്ത് പടച്ചറബുമായി നമ്മെ കണക്ട് ചെയ്യുന്നെങ്കിൽ, മനുഷ്യരുമായിട്ട് കണക്ട് ചെയ്ത് നിർത്തുന്ന പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് സക്കാത്ത്. ആതു സക്കാത്ത്, സക്കാത്ത് നൽകുക. ഇത് സക്കാത്ത് നിർബന്ധമാക്കപ്പെടുന്നതിന് മുമ്പുള്ള ആയത്താണ്. പക്ഷേ അപ്പോഴും സക്കാത്ത് എന്ന് പറഞ്ഞാൽ ദാനധർമ്മങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ദാനധർമ്മങ്ങൾ, സ്വതക്ക എന്നുള്ള അർത്ഥത്തിൽ സക്കാത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ സമ്പത്ത് കൊടുക്കണം പാവപ്പെട്ട ആളുകൾക്ക്, നിരാശ്രയരായ ആളുകൾക്ക്, അഗതികൾക്ക്, അവർക്ക് സഹായങ്ങൾ ചെയ്യണം. ആതു സക്കാത്ത് പടച്ചറബ് പറയുക. സാധാരണഗതിയിൽ ഒരു പക്ഷേ മതത്തിൻ്റെ ആത്മീയതയുടെ വലിയ വക്താക്കളായി ചമയുന്ന ചിലരെങ്കിലും സന്യാസത്തെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. മനുഷ്യരിൽ നിന്ന് പൂർണ്ണമായിട്ടും അകന്ന് ദൈവത്തിന് സമ്പൂർണ്ണമായി. അങ്ങനെയല്ല ഇസ്ലാം. ഇത് ഈ നാട്ടിൽ ജീവിക്കേണ്ട ആളുകളാണ്. നമ്മളൊക്കെ ഈ നാട്ടിലുണ്ടാവേണ്ടത്, അങ്ങാടിയിലുണ്ടാവണം. പക്ഷേ അങ്ങാടിയിൽ ഉണ്ടാവുമ്പോൾ തന്നെ നിങ്ങളുടെ ആത്മീയമായ കരുത്ത് ചോർത്തിക്കളയാൻ പാടില്ല, അത് നഷ്ടപ്പെടരുത്. അങ്ങാടിയിൽ തന്നെ ആവരുത്. അങ്ങാടി നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവണം. പടച്ചറബിനുള്ള കുമ്പിടൽ, അള്ളാഹുവിനുള്ള പ്രാർത്ഥന, അള്ളാഹുവിനുള്ള നമസ്കാരം, ആ നമസ്കാരം നിർവഹിക്കണം. മനുഷ്യർക്ക് ആവശ്യമായ സഹായങ്ങൾ, നേരത്തെ പറഞ്ഞ വഫ്അലുൽ ഖൈർ, നിർബന്ധമായി ചെയ്യേണ്ടിയിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. മനുഷ്യരുള്ള കടപ്പാടുകൾ മറക്കാതിരിക്കണം. ആതു സക്കാത്ത് വഅ്തസിമൂ ബില്ലാഹ്, വഅ്തസിമൂ ബില്ലാഹ്, ഈ അഅ്തസമ വഅ്തസിമൂ ബിഹബ്ലില്ലാഹ് എന്ന് അള്ളാഹു വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്. ഇവിടെ ബില്ലാഹ്, അള്ളാഹുവിൽ നിങ്ങൾ മുറുകെ പിടിക്കുക, അവലംബിക്കുക. ഇഅ്തസമ അവലംബിക്കുക എന്നർത്ഥം, അല്ലെങ്കിൽ മുറുകെ പിടിക്കുക. വഅ്തസിമൂ ബില്ലാഹ്, അള്ളാഹുവിൽ മുറുകെ പിടിക്കുക. എന്താണ് അള്ളാഹുവിൽ മുറുകെ പിടിക്കുക? ഇതൊക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല ജാതി പ്രശ്നങ്ങൾ അനുഭവിക്കും, പല രൂപത്തിലുള്ള ഭീഷണികൾ മുന്നിൽ വരും. ആ ഭീഷണികൾ ചിലപ്പോൾ സാമ്പത്തിക നഷ്ടമായിരിക്കും. കുടുംബക്കാർ വന്നാൽ പിന്നെ ഞങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നായിരിക്കും പറയുക. വേറെ പലതുമായിരിക്കാം. ഏത് ഭീഷണിയിലും പടച്ച റബ്ബിനെ മുറുകെ പിടിക്കുക. എൻ്റെ റബ്ബ് സഹായിയായിട്ട് എനിക്ക് മതി, അവനോട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, അവൻ എന്നെ കൈവിടില്ല. വഅ്തസിമൂ ബില്ലാഹ്, അള്ളാഹുവിൽ നിങ്ങൾ മുറുകെ പിടിക്കുക. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഈ ഒരു ദൗത്യം നിർവഹിക്കുവാൻ നിങ്ങൾക്ക് കരുത്തേകുന്നവനാണ് അള്ളാഹു. വഅ്തസിമൂ ബില്ലാഹ്, അവനിൽ മുറുകെ പിടിക്കുക, അവനിൽ പ്രതീക്ഷ അർപ്പിക്കുക. ഹുവ മൗലാക്കും, നിങ്ങളെ രക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല, ഒരു പാർട്ടിയും ഉണ്ടാവില്ല, ഒരു നേതാവും ഉണ്ടാവില്ല, ഒരു ബന്ധുവും ഉണ്ടാവില്ല. നിങ്ങളെ രക്ഷിക്കുന്നവൻ ആരാന്നറിയോ? ഹുവ മൗലാക്കും, അവനാണ് നിങ്ങളുടെ രക്ഷകൻ, അവനാണ് നിങ്ങളുടെ രക്ഷാകർത്താവ്. ഹുവ മൗലാക്കും അല്ലാഹു. വഅ്തസിമൂ ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ മുറുകെ പിടിക്കുക, പടച്ചറബിൽ അവലംബം അർപ്പിക്കുക, അവനാണ് നിങ്ങളുടെ രക്ഷകൻ. ഫനിഅമൽ മൗലാ വനിഅമൻ നസീർ. നിഅമ, എത്ര നല്ല, അതിനാണ് നിഅമ ഉപയോഗിക്കുക.
എത്ര നല്ല രക്ഷകനാണ് അള്ളാഹു. വനിഅമൻ നസീർ, എത്ര നല്ല സഹായിയാണ് അള്ളാഹു. നേരത്തെ തങ്ങൾക്ക് സഹായം ലഭിക്കുവാൻ വേണ്ടിയിട്ട്, തങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ പാവങ്ങൾ, മനുഷ്യരുടെ കൂട്ടത്തിൽ പലരും പലതിൻ്റെയും പിന്നാലെ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത്, യാ അയ്യുഹന്നാസ് ളുരിബ മസലും ഫസ്തമിഉ ല, അള്ളാഹു അല്ലാതെ ഇവർ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആ നിരവധി ദൈവങ്ങളുണ്ടല്ലോ, അവക്കുള്ള ഉദാഹരണമായിട്ട് പറയുകയുണ്ടായി. അവിടെ അവരുടെ വിചാരം എന്താ? അവർ ഞങ്ങളെ രക്ഷിക്കുന്ന. ഇവിടെ പാർട്ടികളുടെ പിന്നാലെ പോകുന്നവരുണ്ട്, നേതാക്കളുടെ പിന്നാലെ കൂടുന്നവരുണ്ട്. പടച്ചോറ പറഞ്ഞൊന്നുമല്ല, അതിലപ്പുറത്തേക്ക് ഇതിന് പ്രാമുഖ്യം കൊടുക്കുന്ന ആളുകളുണ്ട്. കരുതണം, ഒന്നും ചെയ്യാൻ അവർക്ക് കഴിയില്ല. നിങ്ങളകപ്പെട്ട പ്രതിസന്ധിയിൽ നിങ്ങളെ രക്ഷിക്കുവാൻ, നിങ്ങൾക്ക് ഏതെങ്കിലും അർത്ഥത്തിലുള്ള സഹായം നൽകുവാൻ അവർക്ക് സാധ്യമേ അല്ല. അതാണ് നേരത്തെ പറഞ്ഞത്, ഒരു ഈച്ച വന്നിട്ട് ഇവരുടെ അടുത്തുള്ള ഒരു കാര്യം തട്ടിയെടുത്താൽ അവരുടെ മൂക്കിൻ തുമ്പത്ത് വന്നിരിക്കുന്ന ഈച്ചയെ ആട്ടിയകറ്റാൻ പോലും കഴിയാത്ത വിഗ്രഹങ്ങൾ, നിർജീവമായ ബിംബങ്ങളും വിഗ്രഹങ്ങളെയുമാണോ നിങ്ങൾ പൂജിക്കുന്ന? അവിടെ ചോദിക്കുന്നുണ്ട്. അള്ളാഹു ആവട്ടെ ആരാന്നറിയോ? നിഅമൽ മൗലാ വനിഅമൻ നസീർ, ഏറ്റവും നല്ല രക്ഷകനാണ്, ഏറ്റവും നല്ല സഹായിയാണ്. ഏത് നടുക്കടലിലും ഏത് ആഴിയുടെ അഗാധതയിലും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചാൽ നിങ്ങളെ രക്ഷിക്കുവാൻ അവൻ അവിടെ എത്തും. യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കഥ സൂറത്തുൽ അംബിയായിൽ നമ്മൾ പറഞ്ഞു. സമുദ്രത്തിൻ്റെ ആഴിയുടെ അഗാധതയിൽ എറിയപ്പെട്ട യൂനുസ് നബിയെ ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് ഈ കരയിലേക്ക് വീണ്ടും കൊണ്ടെത്തിച്ചത് അള്ളാഹുവാണ്. ആ അള്ളാഹു നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഗുരുതരമായ രോഗം ബാധിച്ച് എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ഒരു പ്രവാചകൻ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം, ആ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ രോഗം പൂർണ്ണമായും ശിഫ നൽകി അത് ഭേദമാക്കിയിട്ട് പൂർവോപരി നല്ല ആരോഗ്യത്തിലേക്ക്, ചുറുചുറുക്കിലേക്ക് തിരിച്ചു കൊണ്ടുവന്നവൻ അള്ളാഹുവാണ്. ആ ചെങ്കടൽ പിളർത്തി ഫിർഔനിൻ്റെയും കിങ്കരന്മാരുടെയും പിടുത്തത്തിൽ നിന്നും ചെങ്കടൽ പിളർത്തിക്കൊണ്ട് ആ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയും അനുയായികളെ ബനൂ ഇസ്രായേലിനെയും ഇക്കരയ്ക്ക് എത്തിച്ചത് അള്ളാഹുവാണ്. ആ അള്ളാഹു ഉണ്ട്. പെട്ടിയിലൊഴുക്കിയ കുട്ടിയെ എടുത്ത അള്ളാഹു ഓരോ സന്ദർഭത്തിലും നിഅമൽ മൗലാ വനിഅമൻ നസീർ. അതുകൊണ്ട് കണ്ട ആൾക്കാരുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കരുത്, മറ്റോൻ എന്നെ കൈവിടുമല്ലോ എന്ന് വിചാരിച്ച് മാറി നിൽക്കരുത്. വഅതസിമു ബില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലാണ് അവലംബം അർപ്പിക്കേണ്ടത്. പടച്ച റബ്ബിനെ മുറുകെ പിടിക്കുക. ഹുവ മൗലാക്കും, അവനാണ് നിങ്ങളുടെ രക്ഷകൻ. ഫനിഅമൽ മൗലാ വനിഅമൻ നസീർ, എത്ര നല്ല രക്ഷകനാണ്, എത്ര നല്ല സഹായിയാണ് അള്ളാഹു. സദഖല്ലാഹുൽ അലിയുൽ അദീം. സൂറത്തുൽ ഹജ്ജിൻ്റെ പരിഭാഷ ഇവിടെ, അതിൻ്റെ വിശദീകരണം ഇവിടെ പൂർത്തിയാവുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ അവൻ്റെ വാക്യങ്ങൾ ഏറ്റവും ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാനും അവൻ്റെ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനും നമ്മെല്ലാവരെയും തുണക്കുമാറാവട്ടെ. സത്യവിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ബാധ്യതകളെ സംബന്ധിച്ചാണ് ഇവിടെ ഓരോ വാക്കുകളും നമ്മോട് സൂചിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ തിരിച്ചറിയണം. എന്നിട്ട് ഈ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് സമൂഹത്തിൽ നിർവഹിക്കുവാൻ വേണ്ടി നമ്മൾ സന്നദ്ധരാവണം. ഇതാണ് കാലഘട്ടത്തിൻ്റെ ആവശ്യമെന്ന് പറയുന്നത്. ഇതിനാണ് ഷഹാദത്തുൽ ഹഖ്, സത്യസാക്ഷ്യമെന്ന് പറയുക. ഈ ലോകത്തിന് മുമ്പിൽ നമ്മളൊക്കെ നിർവഹിക്കാൻ ബാധ്യതപ്പെട്ട കാര്യമാണത്. അതിന് പകരം ഏതെങ്കിലുമൊക്കെ ഇസങ്ങൾ സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട്, വേറെ ഏതെങ്കിലുമൊക്കെ സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ആളുകളൊക്കെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. പടച്ചറബ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ സത്യസംസ്ഥാപനത്തിൻ്റെ സംസ്ഥാപനം അല്ലെങ്കിൽ അതിൻ്റെ നിർവഹണം എന്നുള്ള കാര്യമാണ്. അത് നിർവഹിക്കുവാൻ, സ്ഥാപിക്കുവാനുള്ള പരിശ്രമങ്ങളിലാണ് നമ്മൾ ഏർപ്പെടേണ്ടതെന്നുള്ള കാര്യം തിരിച്ചറിയുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ്. പിന്നെ കാരുണ്യവാന റബ്ബ് അവൻ്റെ പരിശുദ്ധമായ വാക്യങ്ങൾ ഏറ്റവും ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാനും അവൻ്റെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ട് ജീവിക്കുവാനും നമ്മെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. നമ്മുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചു പോകുന്ന വീഴ്ചകൾ, നമ്മുടെ തെറ്റുകൾ, കുറ്റങ്ങളെല്ലാം പടച്ചറബ് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. റഹ്മാൻ റബ്ബേ, മഹ്ശറിൽ നീ ഒരുമിച്ച് കൂട്ടുന്ന നേരത്ത് ഞങ്ങളുടെ ആരോഗ്യവും ഞങ്ങളുടെ സമ്പത്തും ഞങ്ങളുടെ സമയവുമൊക്കെ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്നുള്ള ചോദ്യത്തിന്, സത്യസാക്ഷ്യത്തിന് വേണ്ടിയിട്ട്, ഈ സത്യദീനിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടി വിനിയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. റഹ്മാൻ റബ്ബേ, ഞങ്ങൾ നീ തുണക്കണമേ നാഥ. സത്യത്തിന് വിരുദ്ധമായ എല്ലാ പ്രവൃത്തികളിൽ നിന്നും, എല്ലാ തരത്തിൽപ്പെട്ട നടപടികളിൽ നിന്നും ഞങ്ങൾ നീ കാത്ത് രക്ഷിക്കണമേ റബ്ബേ. അല്ലാഹു, ഈ സത്യത്തിൻ്റെ സാക്ഷികളായിട്ട് യഥാർത്ഥ സത്യവും നീതിയും സന്മാർഗവുമൊക്കെ ആളുകൾക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന യഥാർത്ഥ മുഅ്മിനുകളായിട്ട് ഈ ബാധ്യത നിർവഹിക്കുന്ന സമൂഹമായി ജീവിക്കുവാൻ
ഞങ്ങൾ നീ തുണക്കണമേ റബ്ബേ. ഷഹാദത്തുൽ ഹക്കിന്, സത്യസാക്ഷ്യത്തിന് വിരുദ്ധമായ എല്ലാ പ്രവൃത്തികളിൽ നിന്നും ഞങ്ങളെല്ലാം നീ കാത്ത് രക്ഷിക്കണമേ റബ്ബേ. പടച്ചറബേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, ഞങ്ങളുടെ മക്കളിൽ നിന്ന് കൺകുളിർമ പ്രദാനം ചെയ്യണമേ അല്ലാ. സ്വാലിഹികളായ മക്കളെ നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ അല്ലാ. അല്ലാഹുവേ, ദീനിൻ്റെ ഇസ്സത്ത് ഉയർത്തിപ്പിടിക്കുന്ന നല്ല മാതൃക കുടുംബജീവിതം നയിക്കുവാൻ ഞങ്ങൾ നീ തുണക്കണമേ നാഥ. റഹ്മാൻ റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ പലതരത്തിൽപ്പെട്ട രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒട്ടേറെ വ്യക്തിത്വങ്ങളുണ്ട്. റഹ്മാൻ റബ്ബേ, അവർക്കൊക്കെ നീ ആശ്വാസം നൽകണമേ നാഥ. അവരുടെ എല്ലാ രോഗങ്ങളും ശിഫയാക്കി കൊടുക്കണമേ റബ്ബേ. ആരോഗ്യവും ആയുസ്സും ഈമാനും അവർക്കെല്ലാം നീ വർദ്ധിപ്പിക്കണമേ അല്ലാ. മാരകമായ അസുഖങ്ങളിൽ നിന്ന് ഞങ്ങളെല്ലാം നീ കാത്ത് രക്ഷിക്കണമേ റബ്ബേ. വല്ലാത്ത നിഅമത്താണ് നീ ഞങ്ങൾക്ക് നൽകി ഞങ്ങളുടെ ആരോഗ്യം. അതിന് ശുക്ർ ചെയ്യുവാൻ ഞങ്ങൾ നീ തുണക്കണമേ അല്ലാ. പടച്ചറബേ, കടുത്ത സാമ്പത്തിക പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട്, കടക്കടിയിലകപ്പെട്ട ആളുകളുണ്ട്. അതിൽ നിന്ന് അവർക്ക് നീ മോചനം നൽകണമേ നാഥ. റഹ്മാൻ റബ്ബേ, ഞങ്ങളോട് കരുണ കാണിക്കുന്ന സത്യസന്ധരായ നീതിമാന്മാരായ നല്ല ഭരണാധികാരികളെ നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ നാഥ. അതിക്രമകാരികളായ അഴിമതിയുടെയും അധർമ്മത്തിൻ്റെയും വക്താക്കളായ മുഴുവൻ മർദ്ദക ഭരണകൂടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ എല്ലാ നാടുകളെയും നീ മോചിപ്പിക്കണമേ അല്ലാ. പടച്ചറബേ, ഫലസ്തീനിൽ പ്രത്യേകിച്ച് ഗസയുടെ മണ്ണിൽ ഞങ്ങളുടെ സഹോദരങ്ങൾ അതിക്രൂരമായ രൂപത്തിൽ വേട്ടയാടപ്പെടുകയാണ്. ഒരർത്ഥത്തിൽ ഒരു തരത്തിൽപ്പെട്ട മാനുഷികതക്കും നിരക്കാത്ത വളരെ മൃഗീയമായ, വളരെ മോശമായ പ്രവർത്തികൾക്കാണ്, കാട്ടിക്കൂട്ടലുകൾക്കാണ് ഞങ്ങളുടെ സഹോദരങ്ങൾ ഇരകളായിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് അർഹതപ്പെട്ട ഒന്നും നൽകാതെ എല്ലാം പിടിച്ചു വെച്ച് ഇഞ്ചിഞ്ചായി പട്ടിണിക്കിട്ട് അവരെ കൊല്ലുകയാണ്. റഹ്മാൻ റബ്ബേ, ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ സ്ഥൈര്യം നൽകണമേ നാഥ. അള്ളാഹു, അവർക്ക് നീ ആശ്വാസം നൽകണമേ റബ്ബേ. അവർക്ക് വിഭവങ്ങളേകി അവരെ നീ സഹായിക്കണമേ നാഥ. അള്ളാഹു, അവർക്ക് നീ സഹായം നൽകണമേ റബ്ബേ. അള്ളാഹു, അവരുടെ പാദങ്ങൾ നീ ഉറപ്പിച്ച് നിർത്തണമേ നാഥ. അള്ളാഹു, അവർക്ക് വിജയം നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അവരെ നിഷ്കാസനം ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശത്രുക്കളുടെ എല്ലാ ശ്രമങ്ങളും നീ പരാജയപ്പെടുത്തണമേ നാഥ. അവർ ജനിച്ച മണ്ണിൽ സ്വതന്ത്രരായിട്ട് അന്തസ്സോടുകൂടെ ഇസ്സത്തോടുകൂടെ ആ നാട്ടിൽ ജീവിക്കുവാനുള്ള സാഹചര്യം നീ സൃഷ്ടിക്കണമേ റബ്ബേ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബന ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اغفر لنا ذنوبنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها يا رب العالمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.